ഈ യോഗ എപ്പോഴും ഡയറക്റ്റ്ലി, അതായത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഡയറക്റ്റ്ലി 1-to-1 ലേണിംഗ് ആണ് നമുക്ക് എപ്പോഴും നല്ലത്. പലരും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം കണ്ട് പല രീതിയിലുള്ള പ്രാണായാമങ്ങളും അല്ലെങ്കിൽ യോഗ പ്രാക്ടീസുകളും തെറ്റായ രീതിയിലും അല്ലെങ്കിൽ കൂടുതൽ സമയമെല്ലാം പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നേരിട്ട് അത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പഠിക്കുന്ന രീതിയിൽ പഠിച്ച് ചെയ്യുന്നത് തന്നെയാണ് ഉചിതം. ഇത് കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതല്ല. ഹെവി സമ്മർ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ നമുക്കത് കൂടുതൽ ഹെവി ആയിട്ടുള്ള, നമുക്ക് കൂടുതൽ വിയർത്ത് ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെട്ടേക്കാവുന്ന രീതിയിലുള്ള ഹെവി വ്യായാമങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഒരു മോഡറേറ്റ് എക്സസൈസിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഉദാഹരണത്തിന് ഈ ഭസ്ത്രിക പോലുള്ള പ്രാണായാമങ്ങൾ, അതും ശരീരത്തിന്റെ ഹീറ്റിനെ നന്നായിട്ട് കൂട്ടുന്ന ഒന്നാണ്. അപ്പം അത് ഈ വേനൽക്കാലത്തെല്ലാം അല്ലെങ്കിൽ ചൂടുള്ള കാലാവസ്ഥകളിൽ വളരെ സൂക്ഷിച്ച് അല്ലെങ്കിൽ നിയന്ത്രിതമായിട്ട് യോഗ ഇൻസ്ട്രക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെയോ ഒക്കെ നിർദ്ദേശപ്രകാരം ആവശ്യാനുസൃതമായിട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ യോഗ പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ അത് ഏത് കാലാവസ്ഥയിലാണെങ്കിലും നമ്മളുടെ ശരീരം നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, അതായത് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്.